ഇറാനും അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം നടക്കുന്നതിനിടയിൽ സൗദി അറേബ്യ ഉൾപ്പെടുന്ന ഒരു യുദ്ധം യമനിൽ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ഇതിന് പിന്നാലെ സൗദി അറേബ്യയിലെ അബഹ രാജ്യാന്തര വിമാനത്താവളത്തിന് നേരെ ഒരു ആക്രമണവും ഉണ്ടായി. യമനിലെ ഹൂതി വിമതരാണ് മിസൈൽ ഡ്രോൺ ആക്രമണം അവിടെ നടത്തിയത്. ഇത് മാത്രമല്ല, ഈ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾ ഗൾഫ് രാജ്യങ്ങളെ കാര്യമായി തന്നെ ഇപ്പോൾ ബാധിച്ചിരിക്കുകയാണ്. ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളിൽ വലിയ ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഈ രാജ്യങ്ങൾ തിരിച്ചടിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകളുമൊക്കെ വരുന്നുണ്ട്. ഇതിൽ ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഖത്തറും പാകിസ്ഥാനും ഒക്കെയാണ് ഈ അമേരിക്കയും ഇസ്രയേലും ഇറാനും തമ്മിലുള്ള വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാൻ വേണ്ടി പോയത്. മധ്യസ്ഥത വഹിക്കാൻ വേണ്ടി പോയവർ തമ്മിൽ ഇപ്പോൾ യുദ്ധം നടക്കുന്നു എന്നുള്ളതാണ് ഒരു വശത്തെ പ്രശ്നം. മറ്റൊന്ന്, ഈ സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു കരാറുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു രാജ്യം സൗദി അറേബ്യ ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പാകിസ്ഥാൻ അവർക്ക് നേരെയുള്ള ആക്രമണമായി കണ്ടിട്ട് സൗദിയുടെ കൂടെ നിന്നുകൊണ്ട് ഈ ആക്രമിച്ച രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യും. ഈ നാറ്റോ മോഡൽ ഒരു എഗ്രിമെന്റ് ആണ്, ഒരു പ്രതിരോധ കരാറാണ് ഉള്ളത്. തിരിച്ച് സൗദിയും അങ്ങനെയാണ്. അപ്പോൾ സൗദിക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്കും ഞങ്ങൾ, കൂടെ കാണും ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ് എഗ്രിമെന്റ് ഒപ്പുവെച്ച് ഏതാനും മാസങ്ങൾക്കുള്ളിലാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം തുടങ്ങുന്നതും സൗദിക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തുന്നതും. ആ സമയത്ത് പാകിസ്ഥാൻ മറ്റേ നന്മയുടെ പ്രതീകമായിട്ട് സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് കളിച്ച് സമാധാനം കൊണ്ടുവരാൻ വേണ്ടി മധ്യസ്ഥനാണ് എന്ന് പറഞ്ഞ് നടന്ന് തടിയൂരി. ഇപ്പോ യമന്റെ ആക്രമണം സൗദിയുടെ നേരെ വന്നപ്പോഴും പാകിസ്ഥാൻ അനങ്ങുന്നില്ല. സൗദി ഇതിന് മുന്നേയും പലപ്പോഴും പാകിസ്ഥാനെ വിളിച്ചിട്ടുണ്ടെന്ന്, വരുവോ കൂടെ നിന്ന് നമുക്ക് ഒന്നിച്ച് നിന്ന് പണി കൊടുക്കാം, ഒന്ന് കൂടെ വരുവോ എന്ന് പറഞ്ഞ് പലതവണ വിളിച്ചിട്ടുണ്ട്. ഇതിൽ സൗദിക്ക് വലിയ വിഷമമുണ്ട്. സൗദിയുടെ ആവശ്യപ്രകാരം യമനിലോട്ട് സൈന്യത്തെ അയക്കാനോ അല്ലെങ്കിൽ അവിടെ സൗദിക്ക് ഒരു സഹായമായിട്ട് നിൽക്കാനോ പാകിസ്ഥാൻ ഇന്നേ വരെ തയ്യാറായിട്ടില്ല. ഇത് പലപ്പോഴും സൗദിക്ക് നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷ മുൻനിർത്തിയാണ് പാകിസ്ഥാൻ സൈന്യത്തെ അങ്ങോട്ട് അയക്കാത്തത്. സംഗതി പാകിസ്ഥാന് പേടിയാണ്. ഈ ഹൂതികൾക്കെതിരെ പാകിസ്ഥാൻ എന്തെങ്കിലും ചെയ്താൽ പാകിസ്ഥാന് പണി കിട്ടും എന്നുള്ള ഭയം പാകിസ്ഥാനുണ്ട്. ഈ പാകിസ്ഥാൻ ഇറാനുമായിട്ട് 900 കിലോമീറ്റർ അതിർത്തിയാണ് പങ്കിടുന്നത്. ഹൂതികൾക്ക് പിന്നിൽ ഇറാൻ ആയതുകൊണ്ട് ഹൂതികൾക്കെതിരെ പാകിസ്ഥാൻ യുദ്ധത്തിന് പോയാൽ അത് ഇറാന്റെ ശത്രുത പിടിച്ചു പറ്റാൻ കാരണമാകും എന്നുള്ളതാണ് പ്രശ്നം. പാകിസ്ഥാനിലെ വലിയൊരു വിഭാഗം ഷിയ മുസ്ലിങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാനെതിരെയോ ഷിയ വിഭാഗക്കാരായിട്ടുള്ള ഹൂതികൾക്കെതിരെയോ പാകിസ്ഥാൻ പോയി കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ ഉള്ളിൽ ആഭ്യന്തര കലാപം വീണ്ടും ശക്തമാകും. ഇപ്പൊ തന്നെ ബലൂചിസ്ഥാൻ നഷ്ടമായി, ഖൈബർ പക്തൂൺഖ വൈകാതെ തന്നെ നഷ്ടമാകും, പാക് അധീന കാശ്മീരും കയ്യിൽ നിന്ന് പോവും, ആകെ കയ്യിലുള്ള പഞ്ചാബാണ്. അതിനകത്ത് തന്നെ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഇത് കാരണമാകും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലെ സുരക്ഷാ പ്രശ്നങ്ങളും കാരണം വലിയൊരു പ്രശ്നത്തിലായിരിക്കുന്ന പാകിസ്ഥാന് വേറൊരു രാജ്യത്തിനെ പോയി യുദ്ധത്തിൽ സഹായിക്കാനുള്ള കെൽപ്പില്ല. സാമ്പത്തികമായും സൈനികമായും അതിനുള്ള ശേഷിയില്ല. ഒരു വശത്ത് നമ്മൾ കാണേണ്ടത് അഫ്ഗാൻ അതിർത്തി ഭയങ്കരമായിട്ട് പാകിസ്ഥാൻ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു അതിർത്തിയാണ്. അതിനു പുറമെ ഇന്ത്യൻ അതിർത്തി അവർക്ക് ഒരിക്കലും അനായാസം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. ഇന്ത്യയോടുള്ള ഭയം കാരണം ഇന്ത്യൻ അതിർത്തിയിൽ സൈന്യത്തെ കുറയ്ക്കാനോ സന്നാഹങ്ങൾ കുറയ്ക്കാനോ അവർക്ക് കഴിയില്ല. ഇതിനിടയിൽ ബലൂജ് ലിബറേഷൻ ആർമിയും ബലൂചിസ്ഥാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ ആഭ്യന്തരമായി വലിയൊരു തലവേദനയായിട്ട് മാറുന്നു. ഇതേ സമയത്ത് തന്നെയാണ് ഖൈബർ പക്തൂൺഖ മേഖലയിൽ പഷ്തൂണുകളുടെ ആക്രമണം കൊണ്ട് പാകിസ്ഥാൻ പട്ടാളത്തിന് തറയിൽ നിൽക്കാൻ പറ്റുന്നില്ല. ഓടടാ ഓട്ടമാണ്. അതിനു പുറമെ ഇപ്പതാ പാക് അധീന കാശ്മീരിലും വലിയ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ പാകിസ്ഥാന്റെ അകത്തും പുറത്ത് അതിർത്തികളിലും എല്ലാം പ്രശ്നമാണ്. ഇതിനിടയിൽ സൗദി അറേബ്യയെ സഹായിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി ഹൂതികളെ തൊട്ട് കഴിഞ്ഞാൽ ഇറാനും ശത്രുവാവും, അതുപോലെ തന്നെ ഹൂതികളും ശത്രുക്കളാവും. ഒടുവിൽ പാകിസ്ഥാന് തറയിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാവും. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഒന്നിനും പോകാതെ അടങ്ങി ഒതുങ്ങി മിണ്ടാതിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷെ സൗദി അറേബ്യ അന്തം വിട്ട് നിൽക്കുകയാണ്. എന്ത് പ്രശ്നത്തിലും കൂടെ കാണുമെന്ന് പറഞ്ഞ സഹോദര രാജ്യമാണ് പാകിസ്ഥാൻ. നിങ്ങളിവിടെ നിന്നില്ല, ഞാൻ പോയി വക്കീലിനെയും കൊണ്ടുവരാമെന്ന് പറയുന്ന ആ ഒരു കോമഡി ഡയലോഗിനെ ഓർമ്മിപ്പിക്കുന്ന വിധം നിങ്ങൾ ധൈര്യമായിട്ട് യുദ്ധത്തിന് ഇറങ്ങിക്കോ, ഞാനിപ്പോൾ പട്ടാളമായിട്ട് വരാമെന്നും പറഞ്ഞ് പോയ പോക്കാണ് നമ്മുടെ അസീം മുനീർ. ആ പോയ മനുഷ്യനെ പിന്നെ മഷിയിട്ട് നോക്കിയിട്ട് കാണാൻ കിട്ടുന്നില്ല. അപ്പൊ ഇവര് ശരിക്കും പറഞ്ഞാൽ പെട്ടു നിൽക്കുകയാണ്. ഇവിടെ ഇപ്പൊ പാകിസ്ഥാൻ ശ്രമിക്കുന്നത് തുർക്കിയുമായിട്ട് ചർച്ച ചെയ്തിട്ട് എർദോഗനെയൊക്കെ അസീം മുനീർ പോയി കണ്ടിട്ടുണ്ട്. എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒത്തുതീർപ്പുണ്ടാക്കി തടിയൂരാൻ പറ്റുമെന്നാണ് ഈ യുദ്ധം ഒന്ന് നിർത്തിക്കാൻ. പ്രത്യേകിച്ച് ഈ യമനിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നം. യമനിലൊന്നും ഇടപെടാനുള്ള ഒരു ശേഷിയൊന്നും പാകിസ്ഥാൻ ഇല്ല. പാകിസ്ഥാൻ ഈ വീരവാദം പറയുന്നതേ ഉള്ളൂ. സത്യത്തിൽ ഇവരുടെ കയ്യിൽ ആണവായുധം ഉണ്ടോ എന്ന് പോലും വ്യക്തിപരമായി സംശയിക്കുന്ന ഒരുപാട് എക്സ്പേർട്സ് ഈ ലോകത്തുണ്ട്. പാകിസ്ഥാന്റെ കയ്യിൽ ഉണ്ട് എന്ന് പറയുന്ന ആണവായുധം അമേരിക്കയുടെ ആണവായുധമാണ് എന്നും അത് കൺട്രോൾ ചെയ്യുന്നത് അമേരിക്കയാണ് എന്നുമുള്ളത് ഒരുപാട് ആളുകൾ വിശ്വസിക്കുന്ന കാര്യമാണ്. ഇത് തുർക്കിയിൽ അമേരിക്ക ആണവായുധം വിന്യസിച്ചിട്ടുണ്ട്.
തുർക്കിയിൽ എർദോഗന് പോലും പോയി കാണാൻ പറ്റില്ലെന്നേ ഉള്ളൂ. ലോകത്ത് 10, 700, 800 സ്ഥലങ്ങളിൽ അമേരിക്ക സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട്. ഇവിടെ പല രാജ്യങ്ങളിലും ലോകത്ത് അമേരിക്ക ആണവായുധം വിന്യസിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ത്യ ആണവായുധം പരീക്ഷിച്ച സമയത്ത് ഭയം കാരണം അമേരിക്കയുടെ സഹായത്തോടെ പാകിസ്ഥാൻ ആണവായുധം വിന്യസിക്കാനാണ് സാധ്യത. ഈ പാകിസ്ഥാൻ മാത്രമല്ല, ഇവൻ ഇസ്രായേലിൽ പോലും അവരുടെ ആണവായുധമാണോ അതോ അമേരിക്കയുടെ ആണവായുധമാണോ അവിടെ ഉള്ളത് എന്ന സംശയം ഇന്നും ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്ന ശ്രമത്തെ ഏത് വിധേനയും തടയാനായിട്ട് ഇസ്രായേൽ ശ്രമിക്കുന്നത്. നമ്മൾ അത് കാണേണ്ടതാണ്. അപ്പൊ ഇസ്രായേലിന് പോലും ആണവായുധം പൂർണ്ണ സ്വാതന്ത്ര്യത്തിലുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. പാകിസ്ഥാന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. അപ്പൊ സ്വന്തം നിലനിൽപ്പ് പോലും നോക്കാൻ കഴിയാത്തൊരു രാജ്യമാണ് ഈ പാകിസ്ഥാനൊക്കെ. അപ്പൊ അവരെങ്ങനെയാണ് സൗദി അറേബ്യ സഹായിക്കുന്നത്? ഹൂതികളുമായിട്ട് യുദ്ധം ചെയ്യാൻ പറ്റുമോ അവർക്ക്? അതിനുള്ള ശേഷിയൊന്നുമില്ല. പിന്നെ എന്ത് സഹായമാണ് ചെയ്യുന്നത്? പാകിസ്ഥാനും ഈ സൗദിയും തമ്മിലുള്ള പ്രതിരോധ കരാറിന് ഒരു കടലാസ് പേപ്പറിന്റെ വില മാത്രമേ ഇന്നുള്ളൂ. അതിനപ്പുറം പ്രാധാന്യം ഇപ്പോ സൗദി അറേബ്യ പോലും കൊടുക്കുന്നില്ല. കാരണം അബദ്ധമായി പോയി എന്നാണ് അവർ കരുതുന്നത്. അങ്ങനെ ഒരു കരാർ ഉണ്ടാക്കിയത് കൊണ്ട് ചെറിയ തോതിലെങ്കിലും ഇന്ത്യ അടക്കം ചില രാജ്യങ്ങളിൽ തങ്ങൾക്ക് എതിരായിട്ടൊരു നീരസം ഉണ്ടാവുന്നതിന് കാരണമായി എന്നും ഒരാവശ്യവുമില്ലായിരുന്നു എന്നും സൗദി അറേബ്യ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവിടുത്തെ എക്സ്പേർട്സ് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഗവൺമെന്റ് ഒഫീഷ്യൽസിന്റെ പ്രതികരണങ്ങൾ നോക്കിയാൽ അറിയാം, അവരൊട്ടും സാറ്റിസ്ഫൈഡ് അല്ല പാകിസ്ഥാന്റെ ഇടപെടലിൽ. പാകിസ്ഥാൻ എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നതായി കാണിക്കുകയാണ്. പക്ഷെ ഒന്നും ചെയ്യാനോ നെഗോഷിയേറ്റ് ചെയ്യാനോ ഉള്ള പവർ ഇല്ല. ബെഗേഴ്സിന് ഒരിക്കലും ചൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ പാകിസ്ഥാന്. പാകിസ്ഥാൻ എല്ലാവരോടും സഹായം ആവശ്യപ്പെട്ട് നടക്കുന്ന രാജ്യമാണ്. സൗദിയോട് എന്തെങ്കിലും തരുമോ? ഞാൻ പരിഹസിക്കുകയോ കളിയാക്കുകയോ അല്ല, അതൊരു വസ്തുതയാണ്. സൗദിയോട് എന്തെങ്കിലും തരുമോ, ഖത്തറിനോട് എന്തെങ്കിലും തരുമോ, അമേരിക്കയോട് തരുമോ എന്ന് ചോദിക്കുന്ന ഒരു രാജ്യം. അതിന്റെ പ്രശ്നം പാകിസ്ഥാന് എല്ലാ പൊട്ടൻഷ്യലും ഉണ്ട്. ഇന്ത്യൻ ജനതയുടെ ഭാഗം തന്നെയാണ് അവിടുത്തെ മനുഷ്യർ. അവർ ഒരു കഴിവില്ലാത്ത ആളുകളുമാണെന്നൊന്നും നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. കഴിവുള്ളവർ തന്നെയാണ്. പക്ഷെ അവരെ ഭരിക്കുന്നവര് അവരെ അങ്ങനെ ആക്കി തീർത്തതാണ്. ഈ പൈസയൊക്കെ ഇവർ ഉണ്ടാക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? പട്ടാളക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഈ പൈസ ഉപയോഗിച്ചിട്ടാണ് അവർ ലോകത്തെ ആഡംബര സംവിധാനത്തിലൊക്കെ ജീവിക്കുന്നതും അവരുടെ കുടുംബങ്ങളെ സേഫ് ആക്കുന്നതും. അഴിമതിയാണ്, ഇത് പൂർണ്ണമായ അഴിമതിയാണ്. ജനങ്ങൾക്ക് കിട്ടുന്നത് അവർക്ക് കിട്ടുന്ന പൈസയുടെ ഒരു 5% പോലും ജനങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള സംശയമാണ്. അപ്പൊ ഇവര് എല്ലായിടത്തും പോയിട്ട് സഹായം ചോദിച്ചു നടക്കുന്ന ഒരു രാജ്യത്തിന് എങ്ങനെയാണ് കമാൻഡ് ചെയ്യാൻ പറ്റുന്നത്? എങ്ങനെയാണ് ഒരു നെഗോഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ടേബിളിൽ വയ്ക്കാൻ വല്ല വേണ്ടേ? ദാരിദ്ര്യവും കടവും പട്ടിണിയും ആഭ്യന്തര സംഘർഷങ്ങളും അല്ലാതെ തീവ്രവാദവും അല്ലാതെ എന്തെടുത്ത് വയ്ക്കാനുണ്ട്? അപ്പൊ പാകിസ്ഥാനെ പല രാജ്യങ്ങളും പല ആവശ്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യുന്നു. അതിൽ പ്രതിഫലവും കൊടുക്കുന്നു. ഈ വാടക ഗുണ്ടകളെയൊക്കെ പോലെ നല്ല പൈസക്കാരാ രണ്ടുപേരെ കൂടെ കൊണ്ടു നടക്കില്ലേ? അങ്ങനെ അത് അമേരിക്ക പലപ്പോഴും ഉപയോഗിക്കും, സൗദി അറേബ്യ ഉപയോഗിക്കും. പിന്നെ ഇവരുടെ കയ്യിൽ ഈ ആണവായുധം ഉണ്ട് എന്ന ഒരു സാധനം അത് ഉണ്ടെന്ന് ചിലർ വിശ്വസിക്കുന്നു, ചിലർ വിശ്വസിക്കുന്നില്ല. ആ ഒരു കാരണം കൂടെ കൊണ്ട് ചിലപ്പോൾ ഇനി എങ്ങാനും ഉണ്ടെങ്കിലോ ആ ഒരു പ്രതീക്ഷയിൽ കുറെ രാജ്യങ്ങൾ ഇവരുമായിട്ട്, ഇസ്ലാമിക രാജ്യങ്ങൾ പ്രത്യേകിച്ച്, ഒരു സൗഹൃദം നിലനിർത്തുന്നുണ്ട്. അതിനപ്പുറം പാകിസ്ഥാൻ ഈ അന്താരാഷ്ട്ര വിഷയങ്ങളിലൊന്നും യാതൊരു വാല്യൂവും പ്രാധാന്യവും ഒന്നുമില്ല. അവരിപ്പോ ട്രൈ ചെയ്യുന്നത് ഇന്ത്യ വളരെ ആക്റ്റീവായിട്ട് ജിയോ പൊളിറ്റിക്സിൽ ഇടപെടുമ്പോൾ പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്ന് വലിയ പ്രഷർ അവരുടെ സൈന്യത്തിനും അവരുടെ രാഷ്ട്രീയ നേതൃത്വത്തിനും ഒക്കെ ഉണ്ട്. അപ്പൊ അതിനെ മറികടക്കാൻ ഞങ്ങൾ മീഡിയേറ്ററാണ്, ഞങ്ങൾ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ കുറെ PR സ്റ്റണ്ട് നടത്തുന്നു എന്നതിനപ്പുറം വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. സൗദി അറേബ്യ ശരിക്കും പെട്ടുപോയിരിക്കുകയാണ്. ഇവര് സഹായിക്കും, കൂടെ കാണും എന്നൊക്കെ പറഞ്ഞിട്ട് എഗ്രിമെന്റും സൈൻ ചെയ്ത് അത് വലിയ വാർത്തയായിട്ട് അങ്ങ് പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഒരു സഹായവുമില്ല. ഇറാൻ ആക്രമിച്ചപ്പോഴും മിണ്ടാതെ നിന്നു. ഹൂതികളുടെ ആക്രമണം വന്നിട്ടും സഹായിക്കുന്നില്ല. അതേസമയത്ത് ഒരു പ്രതിരോധ കരാറും ഇല്ലെങ്കിലും നമ്മുടെ UAEയുടെ സുരക്ഷയിൽ ഇന്ത്യയുടെ വലിയ സഹായങ്ങൾ UAEക്ക് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ വൈകാതെ കൂടുതൽ സഹായങ്ങൾ UAEക്ക് കിട്ടാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത്തരം കരാറുകളിലൊന്നും വലിയ വാല്യൂ ഒന്നുമില്ല. അതിനപ്പുറം രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഒരു കടലാസ് പേപ്പറിൽ മാത്രം നമുക്ക് ചുരുക്കാൻ പറ്റില്ല. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം അതിൽ വേറെ ആഴത്തിലുള്ളതാണ്. അപ്പൊ ഇവിടെ എന്തായാലും സൗദി അറേബ്യയ്ക്ക് വലിയൊരു വീഴ്ച പറ്റിയെന്ന് അവർ തന്നെ ഇന്ന് വിലയിരുത്തുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.